അമ്മയുടെ ഹെൽത്ത് ആണ് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. എല്ലാവർക്കും ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ഒരേ ഒരു കാര്യമുള്ളൂ. വേറെ ഒന്നും വേണ്ട, അവാർഡ്സും വേണ്ട, നെയിം റെക്കഗ്നിഷൻ, മണി, അതൊക്കെ സെക്കൻഡറി. ബട്ട് ഹെൽത്ത്, ഫാമിലീൻ്റെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എസ്പെഷ്യലി പ്രാർത്ഥിക്കണം. Absolutely, and with that ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജിൽ ശ്വേത പറഞ്ഞത് 100% എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ വിചാരിച്ചേക്കാം. കാരണം ഒരുപാട് പേര് ചോദിക്കും, സുജാ ചേച്ചി എന്താ ഇപ്പോൾ പാടുന്നില്ലേ ഫുൾ ടൈം എന്നുള്ളത്. എനിക്ക് എൻ്റെ അമ്മ കൂടെ ഇങ്ങനെ പിന്നാലെ നിന്നത് കൊണ്ടാണ് ഇവളെ നോക്കാൻ ഞാൻ ഒരു കാര്യവും നോക്കിയിട്ടില്ല ശ്വേതയുടെ. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഇറങ്ങി നടന്ന് എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് എല്ലാം നടത്താൻ പറ്റിയത് അതുകൊണ്ടാണ്. അപ്പം ഇവൾക്ക് പാട്ടിനിറങ്ങുമ്പോൾ കുഞ്ഞുള്ളപ്പോൾ, ഇപ്പോൾ കുട്ടി നമുക്ക് വേറെ വല്ലയിടത്തും ആക്കാൻ പറ്റില്ല, എനിക്കത് ഇഷ്ടമല്ല. സോ ഐ തോട്ട് ഞാൻ ഇവളുടെ ചെറിയ ചൈൽഡ്ഹുഡ് ഞാൻ എൻജോയ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് അതൊന്ന് എൻജോയ് ചെയ്യണം, അതെനിക്ക് മസ്റ്റായിരുന്നു. പിന്നെ ശ്വേതയ്ക്കും ഹെൽപ്പ് ആവും തീർച്ചയായിട്ടും ഞാൻ കൂടെയുണ്ട്. എൻ്റെ അമ്മയ്ക്ക് വയസ്സായി, ഇനി അമ്മയെ ചെറിയ വാവയും കൂടെ ഏൽപ്പിക്കാൻ പറ്റില്ല. സോ ഐ തോട്ട് ഐ വിൽ ടേക്ക് എ ബാക്ക് സീറ്റ് മാത്രമല്ല, അപ്പോൾ ആ സമയത്ത് എനിക്ക് ചെറിയ വോയിസ് പ്രോബ്ലംസ് വന്നു. ആൻഡ് ദ ഫ്യൂച്ചർ ഇസ് the next generation, Shwetayana. So I just thought I'll take a back seat. I'll enjoy my grandmother-dom, no, what I was saying, grandmotherhood. Grandmotherhood. So God bless you, മോളെ. ഇനിയും ഉയരങ്ങളിലേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്.